അടുത്ത തെരഞ്ഞെടുപ്പിൽ യു.പി.എ അധികാരത്തിലായാൽ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ? ഇന്ത്യ കൗതുകത്തോടെ ചോദിക്കുന്ന ചോദ്യമാണിത്. രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക പദമൂന്നിയതോടെ പ്രിയങ്ക ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതുന്നവർ ധാരാളം. പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് രാഹുൽ ഗാന്ധിയാണെന്നതാണ് കൂടുതൽ രസകരം. എന്തായാലും രാഹുലിന്റെ തീരുമാനത്തെ രാജ്യം മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. യു.പി.എ അധികാരത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി AICC അധ്യക്ഷനും പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്നും രാഷ്ട്രീയ പ്രവചനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസിൽ രാഹുൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ചുമതലയുള്ള സ്ഥാനത്തേക്കാണ് KC വേണുഗോപാൽ ഉയർന്നിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ടിനെ പോലൊരു മുതിർന്ന നേതാവിന്റെ സ്ഥാനത്തേക്കാണ് വേണുഗോപാൽ എന്ന ജൂനിയർ നേതാവ് എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ വേണുഗോപാൽ ഇനി കാര്യങ്ങൾ തീരുമാനിക്കും, കേരളത്തിലേതുൾപ്പെടെ. നരേന്ദ്രമോദിയോട് എതിരിടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ലെന്ന അഭ്യൂഹങ്ങൾ ശക്തമായപ്പോഴാണ് പ്രിയങ്ക രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. മായാവതിയെയും അഖിലേഷ് യാദവിനെയും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് യു.പി.എക്കൊപ്പം നിർത്തുക എന്ന ശ്രമകരമായ ദൗത്യമാണ് പ്രിയങ്കയ്ക്ക് നിർവഹിക്കാനുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ തനി സ്വരൂപമെന്ന ഇന്ത്യ വിളിക്കുന്ന പ്രിയങ്കയ്ക്ക് ഇത് നിഷ്പ്രയാസം കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2004 രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. 2013 കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനും 2017 അധ്യക്ഷനുമായി. രാഹുൽ രാഷ്ട്രീയത്തിലെത്തി 15 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്കയുടെ വരവ്. ഒറ്റവരി പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അശോക് ഗെഹ്ലോട്ട് അറിയിച്ചത്. പത്രക്കുറിപ്പിലെ ആദ്യത്തെ പേര് വേണുഗോപാലിന്റേതായിരുന്നു. രണ്ടാമതായാണ് പ്രിയങ്കയുടെ കാര്യം പറഞ്ഞത്. ഒരു സാധാരണ സംഭവമായിട്ടായിരുന്നു നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ അത്ഭുതപ്പെടുത്തിയ നിയമനം സംഭവിച്ചത്. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയുടെ ചുമതല പ്രിയങ്ക വഹിക്കും. മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ഇന്ത്യ പ്രിയങ്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതാണ് സ്വാർത്ഥമായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് ഇത് ആശങ്കയുണർത്തുന്ന ചുമതലയാണ്. രാജ്യം തന്നെ കാത്തിരിക്കുകയാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കുന്നു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ ഊർജ്ജസ്വലതയോടെ ഉയർന്നെണ്ണീക്കുകയാണ്. ഇത്രയും കാലത്തെ കാത്തിരിപ്പ് സ്വാർത്ഥകമായെന്നാണ് പ്രവർത്തകർ പറയുന്നത്. KC വേണുഗോപാലിന്റെ സ്ഥാനാരോഹണം കേരളത്തിനും സന്തോഷം പകരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ അത്ഭുതം സൃഷ്ടിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അപ്പോഴും റോബർട്ട് വദ്രയ്ക്ക് നേരെയുള്ള ആരോപണങ്ങൾ പ്രിയങ്കയ്ക്ക് കുരുക്കാകുമോ എന്നും കണ്ടറിയാം. മോദി അതിബുദ്ധിശാലിയാണ്. പ്രിയങ്കയെ പിടിക്കാൻ വദ്രയാണ് നല്ലതെന്ന് മോദി കരുതിയാൽ ഒന്നും ചെയ്യാനാവില്ല. ഇവിടെയും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. നേരത്തെ വരാത്തത് എന്തേ എന്ന ചോദ്യമാണ് ഓരോ കോൺഗ്രസുകാരന്റെയും മനസ്സിലുയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.